വിപിൻ അങ്ങനെ റിമാൻഡിലേക്ക് അല്ലേ? അതെ ഉന്മേഷ്, PV അൻവർ റിമാൻഡിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഉള്ളത്. അവിടെ നിന്നും മജിസ്ട്രേറ്റിന്റെ മുൻപിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതേ ഉള്ളൂ. അപ്പോൾ PV അൻവർ റിമാൻഡിൽ എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു MLA ഇന്ന് ഉച്ചയ്ക്ക് നടന്നിട്ടുള്ള പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള കേസിൽ ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നു. ഇപ്പോൾ വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. PV അൻവർ MLA റിമാൻഡിൽ എന്ന വാർത്ത വരുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ അദ്ദേഹത്തെ എത്തിച്ചിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. നിലമ്പൂരിൽ DFO ഓഫീസിലുണ്ടായ ആക്രമണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലമ്പൂർ MLA ആയ PV അൻവറിനെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കാട്ടാന ആക്രമണത്തിൽ ചോരനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട യുവാവ് കൊല്ലപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് DMK പ്രവർത്തകർ ഇന്ന് DFO ഓഫീസിലേക്ക് തള്ളിക്കേറിയത്. ഇന്ന് ഓഫീസിൽ അവധിയായിരുന്നു, DFO ഉണ്ടായിരുന്നില്ല. അവിടെ പ്രവർത്തകർ പ്രതിഷേധിച്ചു. അതിനിടെ അവിടെ പൂട്ടടക്കം തകർക്കുന്ന സ്ഥിതിയുണ്ടായി. പൊതുമുതൽ നശിപ്പിച്ചു എന്ന കേസ് പോലീസ് എടുത്ത സംഭവം ഇതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് PV അൻവർ, ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ PV അൻവർ MLA ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തത്. പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ ചുമത്തുകയും ചെയ്തു. മറ്റ് 11 പേർ കൂടി ഈ കേസിൽ പ്രതിയാണ്. തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ വീട്ടിലെത്തി കേരള പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വീട്ടിൽ കയറി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുൻപിൽ എത്തിച്ചപ്പോൾ മജിസ്ട്രേറ്റിന്റെ തീരുമാനം വരുന്നു. PV അൻവർ നിലമ്പൂർ MLA ജയിലിലേക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ PV അൻവർ പറഞ്ഞിരുന്നു ഇന്ന് മജിസ്ട്രേറ്റിന് മുൻപിൽ ജാമ്യാപേക്ഷ നൽകില്ല, കാരണം പോലീസ് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളല്ല ചുമത്തിയിരിക്കുന്നത്. അവർ പൊതുമുതൽ നശീകരണ വകുപ്പ് അടക്കം ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കോടതിയെ സമീപിക്കും, നാളെ കോടതിയെ സമീപിക്കുമെന്നായിരുന്നു PV അൻവർ വ്യക്തമാക്കിയത്. അദ്ദേഹം പോലീസിന്റെ ആ നീക്കത്തെ തിരിച്ചറിഞ്ഞിരുന്നു. ഇപ്പോൾ PV അൻവർ MLA ജയിലിലേക്ക് അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വലിയ രാഷ്ട്രീയം കൂടി ഈ വിഷയത്തിലുണ്ട്. നേരത്തെ PV അൻവർ ഉയർത്തിയ വിമർശനങ്ങളുണ്ട്. P ശശിക്കെതിരെ, MR അജിത് കുമാറിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ. അദ്ദേഹം ജയിലിലേക്ക് പോകുമ്പോഴും ആ നിലപാട് ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, അദ്ദേഹം റിമാൻഡിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, PV അൻവർ MLA ജയിലിലേക്ക് ഇപ്പോൾ മഞ്ചേരി സബ് ജയിലിലേക്കായിരിക്കും മാറ്റുക എന്നുള്ളതാണ് അവസാനമായി ലഭിക്കുന്ന വിവരമുള്ളത്. മജിസ്ട്രേറ്റിന്റെ മുൻപിൽ നിന്ന് പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. ജാമ്യം ലഭിക്കുമോ എന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പ്രവർത്തകർക്കെല്ലാം തന്നെ. അതെല്ലാം തന്നെ അസ്ഥാനത്തായിരിക്കുന്നു. ഇപ്പോൾ റിമാൻഡിലാക്കുക എന്നുള്ളതാണ് കോടതി വിധിച്ചിരിക്കുന്നത്. നാളെ തന്നെ അതുമായി ബന്ധപ്പെട്ട ജാമ്യം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളിലേക്കും കടക്കുമെന്നുള്ളതാണ് PV അൻവർ ഇതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇന്ന് ഈ രാത്രി ജാമ്യം ലഭിക്കാനുള്ള വകുപ്പ് ഒന്നുമല്ല ചുമത്തിയിട്ടുള്ളത് എന്നുള്ളത് MLA എന്ന നിലയ്ക്ക് അറിയാം എന്നുള്ളതാണ് അൻവർ ഇതിനു മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അത് പ്രകാരം തന്നെ സംഭവിച്ചിരിക്കുന്നു. റിമാൻഡിലാണ് ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. ഇത് മഞ്ചേരി ജയിലിലേക്കായിരിക്കും അയക്കുന്നത്. ഒപ്പം തന്നെ നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജഡ്ജായിട്ടുള്ള സാറ ഫാത്തിമയ്ക്ക് മുൻപിലാണ് ഹാജരാക്കിയത്. അവിടെ നിന്നാണ് ഈ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. റിമാൻഡിലാക്കിയിരിക്കുന്നു. എത്ര ദിവസം അതിന്റെ മറ്റ് നടപടി, മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ.